നമസ്കാരം ഗൈസ്. രാവിലത്തെ നെട്ടോട്ടത്തിൻ്റെ ഒരു കുട്ടി വ്ളോഗാട്ടോ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, എൻ്റെ ചോറൊക്കെ തിളച്ച് അരിയൊക്കെ തിളയ്ക്കുന്നുണ്ട്. അരിക്കലത്തിൻ്റെ മേലെ ചുറ്റുമൊക്കെ കുളിക്കാനുള്ള വെള്ളം വയ്ക്കണം. ഇതെങ്ങനെയുണ്ട്, ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഗൈസ് ഇത് കണ്ടോ, ഒരു സൈസത്തെ മാങ്ങയുണ്ട്, പിന്നെ സവാള ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണാമല്ലോ എന്താണെന്ന് എൻ്റെ അറിയുന്നത്. യെസ്, അങ്കമാലി മാങ്ങാക്കറി. 8 വർഷമായി ഞാൻ അങ്കമാലിയിൽ എത്തിയെങ്കിലും ഇതുവരെ ഈ കറി ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇതൊക്കെ: ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഒരു ഏലക്കായ. അപ്പോൾ ഇതെല്ലാവരും കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് മൊത്തത്തിൽ എല്ലാവരും ഇടണം കേട്ടോ. ഇഞ്ചിയൊക്കെ നന്നായിട്ട് വേണം കേട്ടോ. കുറേശ്ശെ എടുക്കാമെന്ന് വെച്ചാൽ ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. ഇവിടെ ചേട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടതാണ് കേട്ടോ. ചേട്ടൻ്റെ അമ്മ നന്നായിട്ട് ഉണ്ടാക്കും. എൻ്റെ അമ്മയും ഒരു അങ്കമാലിക്കാരി ആയതുകൊണ്ട് പണ്ട് തൊട്ടേ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കറി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അങ്ങനെ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി എല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ടു. ഒരു ഏലക്കായ ഇടും. ഞാൻ സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന അങ്കമാലി കറിയിൽ ഏലക്കിട്ട് കണ്ടിട്ടില്ല. പക്ഷേ കാറ്ററിങ്ങിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആ മാങ്ങക്കറി ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഏലക്കയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടാറുണ്ട്. സോ ഞാനും ഇന്ന് അതൊന്ന് ഇട്ട് നോക്കി കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ കുറേശ്ശെ ഇടണം. അരി വലിച്ച് ഇടരുത്. ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഈ കറി ലാസ്റ്റ് ഒരു മഞ്ഞ കളറായിരിക്കും, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. എന്നുവെച്ചാൽ അധികം ഇടരുത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സിങ്ങിൽ അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു 50% ഇരിക്കുന്നു എന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അങ്കമാലി മാങ്ങാക്കറിയുടെ ഒത്തിരി സ്പെഷ്യലാണല്ലോ അത്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേട്ടോ, അങ്കമാലിക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് പറയണത്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി നമ്മൾ നന്നായിട്ട് കൈവച്ച് തന്നെ, സ്പൂൺ വെച്ചല്ല, കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു നനവില്ലാത്തതുകൊണ്ട് ഞാനൊരു ഇത്തിരി വെള്ളം കൈക്കുമ്പിളിൽ എടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് തിരുമാട്ടെ. ആ തിരുമ്മി ശരിക്കും ആ സവാളയുടെ ഉള്ളിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇറങ്ങി, ആ വെള്ളം പോലത്തെ അത് ഇറങ്ങി വന്ന് അതുകൊണ്ട് നനയണമെന്നാണ് ആക്ച്വലി എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഞാനൊരു കൈക്കുമ്പിൾ ഇച്ചിരി വെള്ളം എടുത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചു. ഇനി റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. റെസ്റ്റ് ചെയ്താൽ ഒരു മണിക്കൂറിന് ശേഷം തുറന്നിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി നോക്കി. അപ്പം അധികം വെള്ളം കൂടെ ആയിട്ടില്ല. ഈ വെള്ളത്തിൽ എന്തായാലും വെന്ത് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടെ ചൂടുവെള്ളം നോക്കിയാൽ കുറച്ചുകൂടെ ഞാൻ നോർമൽ വാട്ടർ വേണം യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി വെള്ളം കൂടെ ഒഴിച്ചിട്ടോ. കുറച്ചുകൂടി വെള്ളം കൂടെ ഒഴിച്ച് ഒരു കാര്യം മറന്നുപോയി, വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിക്കണം. ഇച്ചിരി ഒഴിച്ചാൽ മതി, കാരണം വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണ്. അതുകൊണ്ട് ഇച്ചിരി ഒഴിച്ച് അത് അടുപ്പത്താക്കി. ഇനി പയർ. അപ്പോൾ ഇവിടെയുള്ളവർ പറഞ്ഞാൽ മാങ്ങാക്കറി ഉണ്ടെങ്കിൽ, അങ്കമാലി മാങ്ങാക്കറി ഉണ്ടെങ്കിൽ വൻപയർ മെഴുക്കുവരട്ടുണ്ടല്ലോ, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉണക്കമീൻ. അങ്ങനെ പയർ വേവിക്കാൻ വെച്ചു. അതാണ്ട് ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടില്ല കേട്ടോ. തിളച്ചിട്ടുണ്ട്, പക്ഷേ വെന്തിട്ടില്ല. വെന്ത് വരുന്നതേ ഉള്ളൂ. അതാണ്ട് അതിൻ്റെ ചോറൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി അത് വാർത്തിട്ട് വരാം. അങ്ങനെ അരിയൊക്കെ വാർത്തതിന് ശേഷം താണ്ടേ തേങ്ങ പിഴിഞ്ഞിട്ട് ഞാൻ പാലെടുത്തു. 1-ാം പാല് 2-ാം പാലൊന്നുമില്ല, മൊത്തത്തിലൊരു പാൽ, ഒരു അരമുറി തേങ്ങയുടെ പാലാണ്. മൊത്തത്തിലൊരു പാൽ അതങ്ങ് ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം ഞാൻ 1 സെക്കൻഡ് മാത്രം ഫ്ലെയിം വച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഞാനത് ഓഫ് ചെയ്തു. ഒരിക്കലും അത് തിളക്കരുത് തേങ്ങാപ്പാലല്ലേ. അപ്പോൾ ഒരിക്കലും തിളയ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കും. അതിന് ശേഷം ചീനിച്ചിട്ട് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇവിടെയും കുറച്ച് വെളിച്ചെണ്ണ ഞാൻ വെച്ചിട്ടുള്ളൂ. ലാഭിക്കുന്നതല്ലാട്ടോ, അമ്മാതിരി വിലയുള്ള വെളിച്ചെണ്ണ. ഇച്ചിരി ചുവന്നുള്ളി, അധികം അവിടെ മൂത്ത് പോകരുത്. അധികം മൂത്തായാൽ ആ ചുവന്നുള്ളി മൂത്തതിൻ്റെ ടേസ്റ്റിലേക്ക് മുന്നിട്ട് നിൽക്കാം. അതുകൊണ്ട് ഉള്ളി ഇട്ട് ഞാൻ അധികം ഇവിടെ മൂത്തില്ല. അതിന് തന്നെ അതിലേക്ക് ഒഴിച്ച് ഒരു പച്ചമുളക് ഇട്ട് അത് അടച്ച് വെച്ചു. റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അങ്കമാലി മാങ്ങക്കറി. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് പയറുണ്ടല്ലോ, ആ പയർ നമുക്ക് ഉപ്പേരിയാക്കണം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ വെച്ചു, കടുക് വറുത്തു, ചതച്ച ചുവന്നുള്ളിയും വേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. ഇവിടെ നന്നായിട്ട് മൂക്കണം കേട്ടോ, എന്നാലാണ് ആ മെഴുക്ക് വരട്ടിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതായത് നമ്മുടെ പയറൊക്കെ വെന്ത് കുക്കറിൽ ഞാൻ വേവിച്ചിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. അതിങ്ങോട്ട് ആഡ് ചെയ്ത് ഞാൻ മെഴുക്ക് വരട്ടിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഉപ്പേരി എന്നും പറയും, മെഴുക്ക് വരട്ടി എന്നും പറയും കേട്ടോ, സ്ഥലങ്ങളും പലതാണ്. അങ്ങനെ അതും സെറ്റാണ്.
മൂന്നാമതായിട്ട് ഇനി ഉണക്കമീൻ ഏത് ഉണക്കമീനും വേണമെങ്കിലും ആവാം കേട്ടോ. അങ്കമാലി മാങ്ങാക്കറി, പയറുപ്പേരി, ഉണക്കമീൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കമുള്ളനാണ്, വറുക്കാൻ വെച്ചു. അങ്ങനെ അതവിടെ ഉണക്കമീൻ വേവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ആ സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്യലാനുള്ള ഒരു ധീരത എനിക്കത് നിർബന്ധമല്ല, അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് ഒരു വ്യഗ്രതയാണെന്ന് പറയാം. അങ്ങനെ ഞാൻ മിക്കപ്പോഴും അങ്ങനെ ഞാൻ ചെയ്യും. അത് അവിടെ ഒന്നും മുട്ടാതെ ഫ്ലെയിം ഓൺ ആയിരിക്കും കേട്ടോ, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ അവിടെ ക്ലീനൊക്കെ ആക്കി, എല്ലാം അവിടെ ക്ലീനാക്കി ലാസ്റ്റ് ചേട്ടനെ കൊണ്ടുപോയി. ചേട്ടന് ലഞ്ച് ബോക്സ് കൊടുത്തേക്കണല്ലോ. അപ്പോൾ ലഞ്ച് ബോക്സ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ബോക്സ് എടുത്തു. സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ചേട്ടൻ യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ പ്ലാസ്റ്റിക് അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇത് ആക്ച്വലി ഇത് എൻ്റെ ലഞ്ച് ബോക്സ് ആട്ടോ. അതിൽ ചോറിട്ടു, പയർ തോരനിട്ടു, തോരനല്ല മെഴുക്കുവരട്ടി ഇട്ടു. അതുകൊണ്ട് ഈ ഉണക്കമീൻ, അയ്യോ അതിൻ്റെ വാലൊടിഞ്ഞു പോയി. എന്നാൽ പുള്ളിക്കാരന് ഭംഗിയുള്ളത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വേറൊരു ഉണക്കമീൻ എടുത്ത് അതിൽ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ തോരനും പയർ മെഴുക്കുവരട്ടിയും മീനും ചോറും റെഡി. ഒരു കുഞ്ഞു കറിപ്പാത്രത്തിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, മൂപ്പിച്ചൊഴിച്ച ഉള്ളിയും മുളകൊന്നും മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കറിയിലായിട്ട് ഒഴിച്ച് അങ്ങനെ അടച്ചു വയ്ക്കുകയായിരുന്നു. ഇപ്പോൾ അത് തുറന്ന് എല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്തു. അതാണ്ടേ കറിപ്പാത്രത്തിൽ ചേട്ടൻ ആവശ്യമുള്ള കറി കറിപ്പാത്രത്തിലാക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് എൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് അറിയണം കേട്ടോ. ചേട്ടൻ തന്നെ പറയണം, വൈകുന്നേരം വരട്ടെ നമുക്ക് ചോദിക്കാം. അപ്പോൾ കുറച്ച് ചാറ് ഒഴിക്കാം, ചാറിൻ്റെ ആളാണ്. അപ്പോൾ ചാറ് ഒഴിച്ചു, രണ്ട് സെറ്റ് ചെയ്തു. വെള്ളം, ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ. അതായത് എന്താണെന്നറിയുമോ ഗൈസ്, ചുച്ചുമോളുടെ പണിയാണ്. ചുച്ചുമോളുടെ രാജകുമാരിയാണ് ഇരിക്കുക, രാജകുമാരിയും ടുട്ടും അവൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർ ഉറങ്ങുകയാണെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.